ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ട് ഡേ 1 ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങാൻ ആക്ച്വലി ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ഇറങ്ങിയിട്ട് വേണം. 12 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. സോ വി ആർ ഗോയിങ് ടു ഹെഡ് അറ്റ് സം 11:30 ഓർ സംതിങ്, ബിക്കോസ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത ക്യാബ് ഞങ്ങൾ കയറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ 2 ഓട്ടോ എടുത്താണ് പോയത്. അപ്പോഴേക്കും ടൈം നന്നായി വൈകി. ഞാൻ പിന്നെ വരുത്തില്ല. ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ വെട്ടിച്ച് ചേട്ടാ. ഓ ഷിറ്റ്. ഞങ്ങള് കോളേജ് ബൈ. അതിലേക്ക് പോയിട്ട് വരാം. ട്രെയിൻ കിട്ടിയ കുറേ ഓടി. പിന്നെ അത്യാവശ്യം ഓടിക്കെത്തിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പം എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ 12:05 ട്രെയിൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിയത് 11:15 അങ്ങനെ എന്തോ ഭാഗ്യത്തിനാണ് ഞങ്ങളവിടെ കറക്റ്റ് സമയത്ത് എത്തിയത്. അങ്ങനെ ട്രെയിൻ വന്നു. എല്ലാവരും ട്രെയിനിലോട്ട് ബോർഡ് ചെയ്തു. റോൾ നമ്പർ വൈസായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇഷ്ടമുള്ള സീറ്റിൽ ഇരിക്കാം എന്നുള്ള രീതിക്ക്, ബിക്കോസ് റോൾ നമ്പർ വൈസ് ആണെങ്കിലും അവർക്ക് അവരുടെ കംഫർട്ട് സോൺ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹിയർ ആർ ദ ലിറ്റിൽ ക്യൂട്ട് മൊമെന്റ്സ് ഇൻ ആർ ട്രെയിൻ. And then we headed to meet the other people in the train. ബാക്കി എല്ലാവരെയും മീറ്റ് ചെയ്ത് ചില്ലാക്കണം എന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞങ്ങൾ ആ സ്പേസിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള സീറ്റിലോട്ടൊക്കെ പോയി നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി വെരി ഫൺ ടു മീറ്റ് ദി അതർ പീപ്പിൾ ആൻഡ് ഗോസിപ്പ് അബൌട്ട് എവറിത്തിങ്, ബിക്കോസ് 6 hours സംതിങ് ട്രാവൽ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾ ഞങ്ങൾ മ്യൂച്വലി ഓക്കെ ആയി ഇരുന്നത് അത്രയും നേരം സംസാരിച്ച് ചിൽ ചെയ്തതുകൊണ്ടാണ്. And here is to the moments of gossiping. അങ്ങനെ ഉച്ചയായപ്പം നല്ലോണം വിശക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ പേര് ആക്ച്വലി സ്വിഗ്ഗി ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സ്റ്റേഷനിലോട്ട്. പക്ഷേ ഞങ്ങൾ എന്താ ചെയ്തത് വെച്ചാൽ ഷെഹ്ലൻ്റെ ഉമ്മ കൊണ്ടുവന്ന ഫുഡാണ് കഴിച്ചത്. ഷെഹ്ലൻ്റെ ഉമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച്, സമയം ആക്ച്വലി വളരെ സ്ലോ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചില്ലായിരുന്നു. ഇടയിൽ വെച്ച് സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ 7up കുടിച്ചു. പിന്നെ കുറേ നേരം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു, ഓരോരോ സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ബോറടിച്ചപ്പം ഞങ്ങൾ യൂനോ കളിച്ചു. യൂനോ കളിച്ചത് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ദാറ്റ് വി ഡിഡ് ഇൻ ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി യൂനോ കളിക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ദേ വർ എക്സ്പ്ലെയിനിങ്. അങ്ങനെ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചുകൂടി പറ്റിക്കാൻ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അറിയുന്ന ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അത് കളിച്ചു. ആദ്യം ഞങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഈ അഗസ്റ്റിനും അഭിനവും കൂടെ ഞങ്ങളെ ജോയിൻ ചെയ്തു. ആൻഡ് വെൻ ദേ കെയിം ഇറ്റ് വെൻ ലൈക്ക് സംതിങ് എൽസ്. കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ കുറച്ചുകൂടെ നന്നായിട്ട് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി അഗസ്റ്റിൻ വാസ് ടാർഗറ്റിങ് നിഹ്ല സോ മച്ച്. അവൾക്ക് +5 കാർഡ്സ്, അതേപോലെ തന്നെ അവൾക്ക് +2 കാർഡ്സ് ഇങ്ങനെ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കുറേ നേരം കളിച്ച് ചിരിച്ച് ഓരോരോ പൊട്ട റൂൾസൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ പൊട്ടത്തികളാണല്ലോ, അതുകൊണ്ട് നോക്കിയിരുന്ന് കുറേ നേരം കളിച്ച് നല്ല അടിപൊളിയായിരുന്നു. നല്ല ചില്ലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് കുറേ
കള്ളക്കളി കളിച്ച് ലാസ്റ്റ് അഗസ്റ്റിൻ കള്ളത്തരത്തിൽ വിജയിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ആൻഡ് കണ്ടില്ലേ അവർ നമ്മളൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ആരാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇറ്റ് വാസ് ടു ഗുഡ്. പിന്നെ ഞങ്ങൾ ഒരു റൗണ്ടും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ കൂടെ ഞങ്ങൾ മിസ്സിൻ്റെ മോളാണ്, അങ്ങനെ ഞങ്ങൾ അവരുടെയും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ടു ഗുഡ് ടു പ്ലേ വിത്ത് ദം. നല്ല ഫണ്ണി ആയിരുന്നു. ഈവൻ ദോ നമുക്ക് മനസ്സിലായി അവർ നമ്മളെ പറ്റിക്കുകയാണെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ട്രാവലിങ്ങിന് ശേഷം ഞങ്ങൾ മംഗളൂരു എത്താനായി. ആൻഡ് ഞങ്ങൾ ഞങ്ങളുടെ ലഗേജൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു. ഫൈനലി നമ്മൾ അവിടെ എത്തിയപ്പം ഇങ്ങനെ എല്ലാവരും നടക്കുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് 2 ബസ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് 69 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇത്രയും പേരെ നമുക്ക് ഒരു ബസ്സിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കഷ്ടമാണ്. അപ്പം ഒരു 49 സീറ്റർ ബസ്സും ഒരു 33 സീറ്റർ ബസ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഞങ്ങളെല്ലാവരും ബസ്സിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി. ആക്ച്വലി 49 സീറ്റർ ആയിരുന്നു ഞങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹം, കാരണം കുറച്ചുകൂടെ നല്ല വൈബ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ലേറ്റായി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ 33ലാണ് എത്തിയത്. പക്ഷേ താങ്ക്ഫുള്ളി 33 വാസ് ദ ബെസ്റ്റ് തിങ്. കാരണം 33ൽ നല്ല സിറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല കാമായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു 33 ഭയങ്കര തീരെ വൈബ് ഇല്ലാതെ പോകുന്നു, പക്ഷേ 33 സീറ്റർ വാസ് ദ ബെസ്റ്റ്. കുറേ മീൻസ് നെക്സ്റ്റ് ഡേയ്സിലൊക്കെ പിള്ളേർ ലൈക്ക് ആ 49 33ലോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അടുത്ത ഡിസിഷൻ വാസ് വൺ ഓഫ് ദി ഗുഡ് ഡിസിഷൻ. ഓക്കെ ഗൈസ്, സോ നമ്മൾ നേരെ ഇപ്പോൾ പോകാൻ പോകുന്നത് മാംഗ്ലൂരു സ്റ്റേയിൻ്റെ അവിടേക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ പുലർച്ചയ്ക്ക് ചിക്ക്മംഗ്ലൂരിലേക്ക് പോകും. ഓക്കെ, സോ സീ ദേർ. പിന്നെ അവിടുന്ന് ആ ബസ്സിൽ ആ ബസ്സിൽ മറ്റേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ബസ്സിൽ തുള്ളിച്ചാടി പോയതാണ്, പക്ഷെ അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി. എന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് സംബറിന്റെ ഒപ്പം ഇരിക്കാൻ പറ്റില്ല. അതാണ് ഐ ആം സോ ഹാപ്പി. അതൊക്കെ അത്രേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ സമയത്ത് തന്നെ കഴിച്ചിട്ട് വിശക്കില്ലേ? രാത്രി ആവുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇപ്പൊ കഴിച്ചിട്ട് വിശക്കില്ലേ? ഇപ്പൊ സമയം 7 മണിയാകുന്നതേ ഉള്ളൂ. ആൻഡ് വി ആർ ഗോയിങ് ടു ഈറ്റ് ഓൾറെഡി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ഈ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ പോയത്. ഇതൊരു കുറേ ഫുഡുള്ള ഒരു സ്പോട്ടാണ് ആക്ച്വലി. ഐ മീൻ കുറേ റെസ്റ്റോറൻ്റ് ഉള്ളൊരു സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് മന്തി ആണ് കഴിച്ചത്. ആക്ച്വലി ഞങ്ങൾ മന്തിയല്ല പറഞ്ഞത്, മന്തി കഴിക്കാൻ ഒട്ടും മൂടുണ്ടായിരുന്നില്ല. ചിക്കൻ ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ പറഞ്ഞു ചൈനീസ് ഐറ്റംസൊക്കെ ഓൾറെഡി തീർന്നു, ഇവിടെ മന്തി മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ മെനു ഒക്കെ ഭയങ്കരമായിട്ട് നോക്കിയിട്ടാണ് പറഞ്ഞത്. മെനു നോക്കിയാൽ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ പറയുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഞങ്ങൾ അതാണ് പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ മന്തിയാണ് കഴിച്ചത്. പക്ഷേ മന്തി വാസ് ഗുഡ്, ഇറ്റ് വാസ് ലൈക്ക് വെരി ഗുഡ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്രഷ് അപ്പ് ഒക്കെ ചെയ്തു. വി വെൻ ടു വാഷ്റൂം ബിക്കോസ് ഇനി സ്ട്രെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ വാസ് റോങ് അബൌട്ട് ദ പ്ലാൻ. ഞങ്ങൾക്ക് ആക്ച്വലി ഇനി ഇവിടെ നിന്ന് പോയി 12 മണിക്കോ 12:30ക്കോ നമ്മൾ മംഗളൂരു എത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് സ്റ്റേ ഉള്ളത്. സോ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല, മാംഗ്ലൂരിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നാളെ ആയിരിക്കും പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് നമ്മൾ രാത്രി പോയിട്ട് നാളെ മീൻസ് ഇന്ന് രാത്രി 12:30 നമ്മൾ എത്തുന്നുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മുടെ പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ആദ്യം ഈ സാലഡാണ് വന്നത്, ഇത് ആക്ച്വലി കൊള്ളിലായിരുന്നു. പിന്നെ ഈ മയോ വന്നു, ദിസ് വൺ വാസ് ഗുഡ്. ഈ തക്കാളീൻ്റെ ഈ സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആൻഡ് ദെൻ കെയിം ദ മന്തി. സോ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഉച്ചയ്ക്ക് നമ്മൾ അങ്ങനെ ആ ഒരു ജസ്റ്റ് എല്ലാവരും കൂടെ കൈയിട്ടാരി കഴിച്ചതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഞങ്ങൾ മന്തി കഴിച്ചു. മന്തി വാസ് ടു ഗുഡ്. എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഞാനൊരു മന്തി ഫാൻ അല്ല, എനിക്ക് പക്ഷെ നല്ല ഫ്ലേവറുള്ള നല്ല അറബിക് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇറ്റ് ഹാഡ് ദാറ്റ്. ഞാനാണെങ്കിൽ നല്ല ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ടു ഗുഡ് ടു ഈറ്റ് എവറിത്തിങ്, എസ്പെഷ്യലി ദാറ്റ് ടൊമാറ്റോൻ്റെ ആ സാധനം. അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. സോ ഇറ്റ് വാസ് അൾട്ടിമേറ്റ്ലി എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് പറയുമോ? വയറ് നിറഞ്ഞോ? ഓക്കെ ഗൈസ്, ചായ കുടിച്ചിട്ട് we'll be heading towards ചിക്ക്മംഗ്ലൂർ. ഓക്കെ, സോ ബൈ. അഗസ്റ്റിൻ, ചായ വേണോ? ചായ വേണ്ട, പിന്നെ ഷുഗർ കിട്ടാം. ചായ കട മേടിച്ചു. 10 രൂപ. കൊള്ളാവാടാ, നല്ല ചായ, ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമെത്തിയിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. Hi. Okay, so teachers have also joined. നിങ്ങളെ സ്റ്റെപ്പ് ഉറങ്ങല്ലേ. Reached our dormitory. We have mirror, guys. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ഇതാണ് ഡേ 1. ഇറ്റ് വാസ് ഫുൾ ഓഫ് ട്രാവലിംഗ്. സോ ഡേ 2, ഡേ 3, ഡേ 4 ആൻഡ് ഡേ 5 ഐ വിൽ ബി പോസ്റ്റിംഗ് സൂൺ ഇൻ മൈ ചാനൽ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ് വാസ് ടു ഗുഡ്. ട്രാവലിംഗ് എന്തായാലും അടിപൊളിയായി. ബാക്കിയുള്ളത് അടിപൊളി ആയോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.